2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഏകദേശം 69.78 ആയിരുന്നു 2021 തെരഞ്ഞെടുപ്പിലെ പത്തനംതിട്ട ജില്ലയിലെ പോളിംഗ് ശതമാനം. എന്നാൽ ഇപ്പോൾ 2026 71% അടുത്താണ് ഈ പോളിംഗ് ശതമാനം എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പോളിംഗ് ശതമാനം 5 മണ്ഡലങ്ങളിലും ഉയർന്ന കണക്കനുസരിച്ച് എങ്ങനെയായിരിക്കും വിജയപ്രതീക്ഷകൾ ഒക്കെയാണ് നമ്മൾ അവലോകനം ചെയ്യുന്നത്. നമ്മളോടൊപ്പം ചേരുന്നത് CPM-ന്റെ പത്തനംതിട്ട ടൗൺ ഉൾപ്പെടുന്നുള്ള ഏരിയ കമ്മിറ്റി അംഗം K. അനിൽകുമാറാണ്. എങ്ങനെയാണ് അല്ലേ ഇത് നമ്മുടെ വിജയപ്രതീക്ഷകൾ ഇത്രയധികം പോളിംഗ് ശതമാനം ഉയർന്നപ്പോൾ 5 മണ്ഡലങ്ങളിൽ? പോളിംഗ് ശതമാനം ഉയർന്ന കാലഘട്ടത്തിൽ പോലും LDF വിജയിച്ച ചിത്രമാണ് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടത്. ഇപ്പോൾ തന്നെ പോളിംഗ് ശതമാനം വർദ്ധിച്ചെങ്കിലും വോട്ടിൻ്റെ എണ്ണത്തിൽ കാര്യമായ വർധന ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, ധാരാളം വോട്ടുകൾ മാറ്റപ്പെട്ടിട്ടുണ്ട്. കൃത്യസമയത്ത് ഇതുമായി ബന്ധപ്പെടാത്ത ധാരാളം വോട്ടുകൾ നമ്മുടെ പത്തനംതിട്ട മണ്ഡലത്തിൽ തന്നെ ഏകദേശം 20,000, ആറന്മുള മണ്ഡലത്തിൽ തന്നെ 20,000-ൽ വോട്ടുകൾ മാറ്റപ്പെട്ടു. അങ്ങനെ പല മണ്ഡലങ്ങളും അങ്ങനെ മാറ്റപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു വ്യാമോഹം UDF വെച്ച് പുലർത്തുന്നത് ശരിയല്ല. തീർച്ചയായും ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നത്, കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ കാണുന്നത് ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളാണ്. ആ വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഇവിടെ യാതൊരുവിധ വർഗീയ കലാപങ്ങളോ മറ്റോ യാതൊരുവിധ ഇല്ലാതെ കേരള സംസ്ഥാനം എല്ലാ രംഗങ്ങളിലും ഏറ്റവും നല്ല സംസ്ഥാനമാണെന്ന് വിദേശ രാജ്യങ്ങൾ പോലും സമ്മതിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് ആകുന്നത്. അതുകൊണ്ട് തീർച്ചയായും പത്തനംതിട്ടയിലെ 5 മണ്ഡലങ്ങളും LDF തിരിച്ചു വരും, അല്ലെങ്കിൽ LDF നിലനിർത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനം, നമുക്ക് അന്ന് ഈ വിജ്ഞാപനം വന്നതിൻ്റെ അന്ന് വൈകിട്ട് തന്നെ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ 5 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാൻ CPM-ന് കഴിഞ്ഞു. പ്രത്യേകിച്ച് ആറന്മുളയിലും കോന്നിയിലും CPM-ന്റെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിലുള്ള മന്ത്രി വീണ ജോർജും അവിടുത്തെ സ്ഥിരം ഇപ്പോൾ MLA കൂടിയായിട്ടുള്ള K. ജനീഷ് കുമാറും ബാക്കിയൊക്കെ ഉള്ള മണ്ഡലങ്ങളിൽ ഘടകകക്ഷിയായ പ്രമോദ് നാരായണൻ, PG കണ്ണൻ, അങ്ങനെയുള്ള അഡ്വക്കേറ്റ് മാത്യു ടി തോമസ്. അപ്പോൾ അതൊക്കെ നമുക്കൊരു വിജയപ്രതീക്ഷയ്ക്ക് ഒരു മുൻകൈ, കാരണം ഈ പ്രചരണത്തിൽ മുന്നേറാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും അതിൽ 5 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലത്തിൽ മാത്രമേ ഉള്ളൂ പുതിയതായിട്ടുള്ള കാൻഡിഡേറ്റ്. എന്നാൽ തന്നെയും അതും ഈ രംഗത്തെല്ലാം തന്നെ പത്തനംതിട്ടയിൽ ജില്ലാ പഞ്ചായത്തായാലും മറ്റുള്ള എല്ലാ മേഖലയിലും തിളക്കമാർന്ന ഒരു പ്രതിഭയാണ് നമ്മൾ അടൂർ നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ള മണ്ഡലങ്ങളെ സംബന്ധിച്ച് പേരെടുത്ത് വിളിച്ച് വോട്ടർമാരെ പേരെടുത്ത് വിളിക്കാനും പേരെടുത്ത് വികസന പ്രവർത്തനം നടത്താനും ജനങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അക്ഷരപ്രതി അത് പാലിക്കുവാനും ഒക്കെ തന്നെ ആ ജനപ്രതിനിധികളെ കൊണ്ട് സാധിച്ചിട്ടുള്ളതുകൊണ്ട് അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു നേട്ടമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന തീയതി മുതൽ അത് കൃത്യമായി സ്ഥാനാർത്ഥികളെ നിർത്തുകയും യാതൊരുവിധ ആലോചനകളും ഇല്ലാതെ കൃത്യമായി തന്നെ സ്ക്വാഡ് പ്രവർത്തനം, താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കുവാൻ, ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു മുന്നേറ്റമാണ് നമുക്കുണ്ടാകാൻ പോകുന്നത്. പ്രത്യേകിച്ച് ആറന്മുള നിയോജകമണ്ഡലത്തിൽ ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ് വീണ ജോർജ്. സംസ്ഥാനത്തെ മൊത്തത്തിൽ വനിതാ ഈ വോട്ടർമാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വനിതാ വോട്ടർമാരുടെയൊക്കെ സ്വാധീനം മണ്ഡലത്തിൽ വീണയ്ക്ക് അനുകൂലമായ LDF-ന് അനുകൂലമായിട്ട് മാറുമെന്ന് നമുക്ക് കരുതാമോ? തീർച്ചയായിട്ടും വനിതാ പ്രാതിനിധ്യം വലിയൊരു ഘടകം തന്നെയാണ്. ഇപ്പം പാർലമെൻറ്റിലൊക്കെ തന്നെ ബില്ല് പാസ്സാക്കാൻ പോകുന്ന കാലഘട്ടം. അപ്പം വനിതകൾക്ക് മുഖ്യധാരയിലേക്ക് വരുവാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 95 കാലഘട്ടത്തിൽ 96 കാലഘട്ടത്തിൽ സഖാവ് EK നായനാരുടെ നേതൃത്വത്തിലുള്ള ആ മന്ത്രിസഭ എടുത്ത തീരുമാനവും അതിനുശേഷമുള്ള തീരുമാനങ്ങൾ വഴി ജനീയാസൂത്രണ പദ്ധതി വഴി ശ്രീ പാലോളി മുഹമ്മദ് കുട്ടി നടപ്പിലാക്കിയ ജനീയാസൂത്രണ പദ്ധതി വഴി ജനങ്ങളെ, കുടുംബശ്രീ വഴി സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ഏക സംസ്ഥാനം കേരളമാണ്. അപ്പോൾ എല്ലാ മേഖലയിലും സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി ഇടതുപക്ഷം മുന്നണി കഴിഞ്ഞ 3 ടേമായിട്ട് ആരോഗ്യ രംഗത്ത് ശ്രീമതി ടീച്ചർ, ശൈലജ ടീച്ചർ, ഇപ്പോൾ ശ്രീ വീണ ജോർജ്, ഇവരൊക്കെ തന്നെ വലിയ കഴിവും പ്രതിഭയുള്ള താരങ്ങളാണ്. ആരോഗ്യരംഗത്ത് വലിയ മാറ്റമാണ് എടുക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ
വീണ്ടും നിലനിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ചിത്രമാണ് നാം. പ്രത്യേകിച്ചും ആറന്മുള പള്ളിയോട സേവാ സംഘവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. ധാരാളം തുക ചെലവഴിച്ചുകൊണ്ട് ഏറ്റവും നല്ലൊരു ജലോത്സവമായ ആറന്മുള ജലോത്സവവും അവിടുത്തെ വള്ളസദ്യയും ഒക്കെ തന്നെ ആ പഴയ രീതിയിൽ തന്നെ നിലനിർത്തുന്നതിന് ആവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും അവിടുത്തെ കരയോഗങ്ങളുമായാലും പള്ളിയോട സേവാ സംഘങ്ങളുമായിട്ടൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് അതിനകത്ത് യാതൊരുവിധ രാഷ്ട്രീയമോ കക്ഷി രാഷ്ട്രീയമോ ഒന്നും തന്നെ കരുതാതെ അവർ പറയുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഫണ്ട് ആണ് അവിടെ മുടക്കിയിരിക്കുന്നത്. അതൊക്കെ തന്നെ വോട്ടായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ LDF സർക്കാരിൻ്റെ മൂന്നാം തുടർഭരണവും പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളും വീണ്ടും LDF തുടർന്നു കൊണ്ടുപോകുന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് പാർട്ടിയും പ്രവർത്തകരും. തീർച്ചയായിട്ടും ഞങ്ങളുടെ അസസ്മെൻ്റ് ഒക്കെ തന്നെ പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായ രീതിയിൽ അടിത്തട്ടിൽ നടന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ വളരെ തിളക്കമാർന്ന വിജയം കൈവരിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജില്ലയിലുണ്ടായ മാറ്റങ്ങൾ, ആ മാറ്റങ്ങളോടൊപ്പം ജനങ്ങൾ നിലനിൽക്കും. നമ്മുടെ പത്തനംതിട്ടയിലുണ്ടായ ആറന്മുള മണ്ഡലത്തിലുണ്ടായ മാറ്റങ്ങൾ ഇവിടെ തന്നെ നമ്മുടെ തൊട്ടടുത്ത കോടതി സമുച്ചയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരാൻ പോവുകയാണ്. ഈ പ്രദേശമെല്ലാം വികസിച്ചു. ഈ റോഡുകൾ കാണുന്ന റോഡുകളൊക്കെ തന്നെ നമ്മുടെ വീണ ജോർജ് വന്നതിന് ശേഷമാണ് ഇത്രയും റോഡുകൾ ഭംഗിയായിട്ട് ഇത്ര ഭംഗിയായിട്ട് നമുക്ക് നടത്തിക്കൊണ്ട് പോകാനും പല വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനും ഒക്കെ തന്നെ സാധിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. തീർച്ചയായും അതുകൊണ്ട് ജനങ്ങൾ, വികസനത്തിന് വോട്ട് ചെയ്യുന്ന ജനങ്ങൾ തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വിധിയെഴുതും. ഈ ഭരണം നിലനിർത്തുകയാണെന്നുള്ള സകലമാന ജനങ്ങളുടെയും ആഗ്രഹം. അതിനനുസരിച്ച് ഒരു വലിയൊരു വീണ്ടും LDF മൂന്നാം തവണയും തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. LDF ക്യാമ്പ് അങ്ങനെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. മൂന്നാം തവണയും പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തും. പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങൾ ഈ കഴിഞ്ഞ ടൈമിലെ പോലെ തന്നെ LDFിൻ്റെ സാരഥികൾ വിജയിച്ചു വരുന്ന ആത്മവിശ്വാസത്തിലാണ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായ അൽകുമാർ നമ്മളോടൊപ്പം പങ്കുവച്ചത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.